ഹലോ. അപ്പം ഇന്ന് നമ്മളെ ഹെൻസൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസിനുള്ള കേക്കൊക്കെ സെറ്റാക്കി വീട്ടിലെത്തി. ഏകദേശം ടൈം ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഹെൻസനെ വിളിച്ച സമയത്ത് ആകെ ഷോക്കായിരിക്കുന്നു. എന്താണെന്നൊന്നും മനസ്സിലായില്ല. അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് ഞാനും ഫസിയും കൂടി ഏകദേശം ഇങ്ങനെയൊക്കെ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഓളെ വിളിച്ച് വന്ന സമയത്ത് ഭയങ്കര ഷോക്കായിപ്പോയി ഓള്. കാരണം ഒന്നാമത് ലേറ്റ് അയക്കുന്നു കിടന്ന് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തിരിക്കുന്നു. ബർത്ത്ഡേൻ്റെ കേക്കും ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിക്കുന്നു അവള്. സംഭവം ഉഷാറായിരിക്കുന്നു. അങ്ങനെ ഓള് കേക്കൊക്കെ മുറിച്ച് കേക്ക് എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഓള് ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ടിരുന്നു. ഗിഫ്റ്റൊക്കെ പൊളിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളതെന്നുള്ളത്. കാരണം ഓൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല നമ്മളിതൊക്കെ വാങ്ങി സെറ്റാക്കിയത്. സംഭവം എന്തായാലും ഉഷാറായിണ്ടോ. ഭയങ്കര ചിരി. എന്താ അവൾക്ക് മുടി വാരുമ്പോൾ ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ ഫസി അത് വേദന ഇല്ലാത്തൊരു ചീർപ്പ് വാങ്ങിയത് അവൾക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കളിക്കുന്ന ഇതൊക്കെ വാങ്ങി. അങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇത് എത്ര വാങ്ങിക്കൊടുത്താലും മതിയാവില്ല അവൾക്ക്. ഇനിയും വേണമെന്ന് എവിടെ കണ്ടാലും ഇത് വേണം അവൾക്ക്. വീട്ടിൽ 4-5 ഉണ്ട്. ഇതിൻ്റെ വേറൊരു മോഡലല്ലേ അതെന്ന് പറഞ്ഞാലും വേണ്ട, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ്. ചിലപ്പോൾ വാങ്ങിക്കൊടുക്കും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരും. പിന്നെ ഒക്കെയുള്ള യൂസേജിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തത്. ബാക്കിയുള്ളതൊക്കെ 5 വയസ്സായതിനെ കൊണ്ട് 5 ഐറ്റംസ് വെച്ചിട്ട് ചെറിയൊരു സർപ്രൈസ് അങ്ങനെ ആക്കി. അതായത് മുടിക്കുടുക്ക്, ബണ്ണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അതാകുമ്പോൾ മക്കൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ബാക്കി കളിക്കുന്നതൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് പൊട്ടിച്ചിട്ട് മുടി അവിടെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതോളൊരു റിബണും വാങ്ങി. ഇത് സംഭവം അറിഞ്ഞിട്ടില്ല നമ്മൾ വാങ്ങിയത്. അതിലൊക്കെയുള്ള ഡ്രസ്സാണ്. അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടിയ ഒരു പൊളിക്കുന്നൊരു ഇത് ഭയങ്കര ഒരു രസമായിരിക്കും. കാരണം അവർ കാണുമ്പോൾ ഭയങ്കര ചിരിയും പൊളിക്കുന്നതിലാണ് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടം. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെ ആ ഒരു പൊളിക്കുന്നൊരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചതാണ് ഷോപ്പിൽ. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി. കുറേയൊക്കെ അവളെ അറിയിക്കാണ്ട് നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഹിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഒരു അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി കോള് നിന്നിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഹിൻ്റ് കിട്ടിയാൽ പിന്നെ ഒക്കെ അറിയാം എൻ്റെ ഒരു ബർത്ത്ഡേ ആണ്, അപ്പോൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ട് നോക്ക് പൊതുവെ. എന്തായാലും പറ്റുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്ത് പൊതുവെ മക്കൾക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മെമ്മറിയിലുണ്ടാവും. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്കും, മെമ്മറിയിലുണ്ടാവും. പിന്നെ ഉറങ്ങിയണീച്ചാൽ ഉറക്കമൊക്കെ പൊളിക്കുന്നു ഇപ്പോൾ. പിന്നെ അതിൻ്റെ ഒരു സ്നേഹപ്രകടനം, ഒരു കുട്ടി പിടിച്ചൊരു ഉമ്മ, അങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടു.